ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗ്. നമ്മളിങ്ങനെ ആഴ്ചയിലാണ് കേട്ടോ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങൾ വാങ്ങൽ. ചിലപ്പം ഇപ്പം വാങ്ങിപ്പോയാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും, എന്നിട്ട് വീണ്ടും പോയി വാങ്ങും. അതിപ്പോൾ എനിക്ക് ഒന്ന് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ അതാ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റായി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പം ഏകദേശം രാത്രി ആയിരിക്കണം. നമ്മൾ ഈ ഒരു രാത്രി ആകുമ്പോഴാട്ടോ സാധനങ്ങൾ വാങ്ങാൻ പോക്കൊക്കെ. കാരണം കൂടുതൽ നമ്മളിവിടെ പകൽ പുറത്തിറങ്ങൽ വളരെ കുറവാണ്. കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ചൂടൊക്കെ മാറി തണുപ്പിലോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളങ്ങനെ പുറത്തിറങ്ങാറില്ല കേട്ടോ പകൽ. ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട്. പക്ഷെ അപ്പോഴേക്കും എൻ്റെ രണ്ടാൾക്കാർ ജാക്കറ്റിൽ കയറിക്കണ്. ഒരു തണുപ്പ് തീരെ പറ്റില്ല. ഈ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ. അങ്ങനെ നമ്മൾ മിക്ക പ്രാവശ്യം പോക്ക് ഇവിടെയുള്ള മദീന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അല്ലാന്ന് ചിലപ്പോൾ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലുലുവിലേക്കോ അല്ലെങ്കിൽ നെസ്റ്റോയിലേക്കോ പോകും. എന്നാലും കൂടുതലും നമ്മൾ പോക്ക് മദീനയിലേക്ക് തന്നെയാണ്. അപ്പം ഇന്നും നമ്മൾ മദീനയിലേക്ക് തന്നെയാണ് പോകുന്നത്. നോ കഴിഞ്ഞ് തീരെ ഒരു തുള്ളി പോലും ഇല്ല. നീ രാത്രി ഉറങ്ങൂല. എൻ്റെ സമാന് മദീനയിൽ എത്തിയത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ നടന്നതൊന്നും കണ്ടിട്ടില്ല. ട്രോളിയിൽ ഇരുന്ന ആൾ നല്ല ഉറക്കേനു കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഉറങ്ങില്ല, അതാണ് ടാസ്ക്. അങ്ങനെ ഈ ആഴ്ചത്തേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നാലും എങ്ങനെ പോയാലും കാര്യപ്പെട്ട 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ മറക്കുമല്ലോ. അതേപോലെ ഇപ്രാവശ്യം കാര്യപ്പെട്ട 2 സാധനം വാങ്ങിയില്ല. ഒന്ന് വെളിച്ചെണ്ണ, പിന്നെ തക്കാളി. രണ്ടും നോക്കിയതാണ്, പക്ഷെ രണ്ടും എടുക്കാൻ മറന്നുപോയി. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു തുള്ളി പോലും ബാക്കി വീട്ടിലില്ലേനു കേട്ടോ. ഞാൻ വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ എത്രയോ ലിറ്റററ്റ വെളിച്ചെണ്ണ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞു. നമ്മൾ കൂടുതലും നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരലാണ് കേട്ടോ. വെളിച്ചെണ്ണ, മുളക് ഒക്കെ ഞാനങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മുളകും വെളിച്ചെണ്ണ ഒക്കെ കൊണ്ടുവരുന്നത്. അതിന് മുന്നേ ഒന്നും ഞാനങ്ങനെ കൊണ്ടുവരലില്ല. അങ്ങനെ എന്തായാലും വെളിച്ചെണ്ണൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് അതെടുക്കാനും മറന്നു. അതും തക്കാളിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി നാളത്തെ പോകേണ്ടി വരും. അങ്ങനെ വീട്ടിലെത്തി വരുന്ന വഴിക്ക് നമ്മൾ പൊറാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടെയുള്ള 2 ആൾക്കാരെ വകയാണ് കേട്ടോ ഫുഡൊക്കെ. നമുക്ക് രാത്രി ഒരു പണിയുമില്ല, വരുമ്പോൾ പൊറാട്ട വാങ്ങി. പിന്നെ ഒരാൾ ചിക്കൻ കറിയും ഒരാൾ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടേനു. അതിൻ്റെ തിരക്കിലാണ്. നമ്മളിന്ന് ടോട്ടലി ഫ്രീ ആണ് നൈറ്റ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള പാത്രം ഓരെന്നെ കഴുകി. അങ്ങനെ ആ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടേനു. പിന്നെ ഞാൻ പോയിട്ട് എല്ലാത്തിൻ്റെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുന്ന പണിയേനു എനിക്ക്. ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കും കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ടേസ്റ്റൊക്കെ നോക്കി രണ്ടും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആയിട്ട് വേണം വേഗം കഴിക്കാൻ, കാരണം നല്ല പോലെ വിശക്കുന്നുണ്ടേനു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയത് ലിവറിലാണ് കേട്ടോ. ലിവർ കുറച്ച് എന്താ പറയുക, മൂത്ത് തെറ്റാ തോന്നുന്നു. കുറേ വിസിൽ വരുത്തിയിട്ടും സാധനം വേവുന്നില്ലേനും. പിന്നെ കുഴപ്പമില്ല, എല്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ഡിന്നറ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ.